പിണറായി അല്ല ബിനോയ് എന്ന് ബിനോയിയും, ബിനോയ് അല്ല പിണറായി എന്ന് പിണറായിയും പറയുമ്പോൾ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു മാനം മാറി. രണ്ട് പാർട്ടികൾ തമ്മിൽ, ഒരേ മുന്നണിയിലുള്ള രണ്ട് പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് സാവധാനം നീങ്ങുന്ന ഒരു ചിത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് CPI CPM ബന്ധം അത് ശിഥിലമാകുകയാണോ? ശിഥിലമായാൽ അത് കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചലനമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നത് അവിടെ നിൽക്കട്ടെ. സമകാലിക രാഷ്ട്രീയ ചരിത്രം മാത്രം ഒന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ബിനോയ് അല്ല പിണറായി എന്നും പിണറായി അല്ല ബിനോയ് എന്നും ഉള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് പോകാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ചെറിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നത്. അന്ന് പിളർന്നപ്പോൾ രണ്ട് ദാർശനികമായ പ്രശ്നത്തിൻ്റെ പേരിലാണ് രണ്ട് തലത്തിലേക്ക് അവർ മാറുന്നത്. ഒന്ന്, ഇന്ത്യയിലൊരു വിപ്ലവം നടത്തണമെന്നും ആ വിപ്ലവത്തിൻ്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമായിരുന്നു തർക്കം. അതായത് ഇന്ത്യയിലൊരു വിപ്ലവം നടത്തേണ്ടത് ദേശീയ ജനാധിപത്യ വിപ്ലവമാണെന്ന് CPI പറഞ്ഞു, അതല്ല ജനകീയ ജനാധിപത്യ വിപ്ലവമാണെന്ന് CPM പറയുന്നു. ഈ ദേശീയ ജനാധിപത്യ വിപ്ലവത്തിലെ അല്പം ചില ഭൂഷ്വാസികളെ കൂടെ കൂട്ടി ഇന്ത്യൻ ദേശീയ ഭൂഷ്വാസിയെ കൂടെ കൂട്ടിക്കൊണ്ട് വിപ്ലവം നടത്തണമെന്നായിരുന്നു CPIയുടെ അഭിപ്രായം. അതല്ല, തൊഴിലാളിയെ അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെയും ചേർത്ത് പിടിച്ചൊരു വിപ്ലവം നടത്തിയാൽ മതി, അതാണ് ജനകീയ ജനാധിപത്യ വിപ്ലവമെന്ന് CPM വിവക്ഷിച്ചത്. ഈ തർക്കത്തിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പം ഇത് എങ്ങനെയൊക്കെ ഇവരെ സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ശരി, 1964 പാർട്ടി പിളർന്നെങ്കിലും 67 കേരളത്തിൽ അവരൊരു ധാരണയിലെത്തി, ഒന്നിച്ച് ഭരിക്കാമെന്ന്. എന്നുവെച്ചാൽ ഭരിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല, കാരണം ഭരിക്കുന്ന ഗുണമുള്ള കാര്യമാണല്ലോ. അവിടെ വിപ്ലവം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഭരിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ 67 EMSൻ്റെ ഗവൺമെൻറ്റിൽ CPIയിലെ MN ഗോവിന്ദൻ നായരും TV തോമസും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും TVയും MNും ഒക്കെ പ്രഥമ ദൃഷ്ട്യ അഴിമതി കാണിച്ചു എന്ന് EMSന് തോന്നി. അഴിമതി തൊട്ട് തീണ്ടാത്ത കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭന്മാരായ നേതാക്കന്മാരാണ് TV തോമസും MN ഗോവിന്ദൻ നായരും ഒക്കെ. പക്ഷെ അവർ അഴിമതി കാണിച്ചെന്ന് പ്രഥമ ദൃഷ്ട്യ നമ്പൂതിരിപ്പാടിന് തോന്നി, എന്ത് ചെയ്യാനും. എന്തായാലും ശരി, അതിൻ്റെ പേരിൽ ആ EMSൻ്റെ 1967 ഗവൺമെൻറ് തകർന്നു വീഴുന്നു. പിന്നീട് സാവധാനം CPI അങ്ങ് കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് പോകുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് C അച്യുതമേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചത്. ഏതാണ്ട് 7 വർഷം അദ്ദേഹം ഭരിച്ചു. 1970 7 വർഷം 77 വരെ ഭരിച്ചു. 77 വന്നു കഴിഞ്ഞപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ഇന്ത്യയിൽ മുഴുവൻ തകർന്നു വീണു. പക്ഷേ കേരളത്തിൽ നല്ല വലിയ വിജയം നേടി കരുണാകരൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കുറച്ചു കാലം പിന്നെ നമ്മുടെ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായി ഇരുന്നുവെങ്കിലും അദ്ദേഹം അതൊക്കെ ഉപേക്ഷിച്ച് നേരെ ഇടതുപക്ഷ പാളയത്തിലേക്ക് പോകും. അങ്ങനെ CPM നേതൃത്വം കൊടുക്കുന്ന LDFിലേക്ക് CPI കയറിയതോടുകൂടി ഒരു വലിയ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. 1964 വിവാഹബന്ധം വേർപെടുത്തി. 67 സ്ഥിരമായൊരു കല്യാണം വേണ്ട, നമുക്ക് പിന്നെ ലീവിങ് ടുഗദർ ആകാം എന്ന് പറഞ്ഞ് 67 നടത്തി. ലീവിങ് ടുഗദറും വേണ്ടാന്ന് വെച്ച് പോയി. അവസാനം 80 പിന്നീട് രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒരു ലീവിങ് ടുഗദർ ആയാൽ എന്താ, കല്യാണമൊന്നുമില്ലല്ലോ, ലീവിങ് ടുഗദർ ആയാൽ എന്താ എന്നൊക്കെ നോക്കിയാണ് പോകുന്നത്. അതാണ് ആ ബന്ധമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി വന്നപ്പോഴാണ് 2025 ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നത്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ പരാജയം ഒരു നിസ്സാര കാര്യമല്ല. ഗ്രാമപഞ്ചായത്തിൽ തോറ്റു, മുനിസിപ്പാലിറ്റിയിൽ തോറ്റു, കോർപ്പറേഷനിൽ തോറ്റു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പരിച്ഛേദം പരിശോധിച്ച് നോക്കിയാൽ പരിപൂർണമായൊരു തകർച്ചയാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ ഇടതുപക്ഷത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തൊപ്പിയിട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു ദാർശനിക പ്രശ്നമായി. ഈ തൊപ്പി ആരുടെ തലയ്ക്കാണ് ചേരുന്നത്? ഈ തൊപ്പി CPIയുടെ തലയ്ക്കാണ് എന്ന് CPMും, അതല്ല CPMൻ്റെ തലയ്ക്കാണെന്ന് CPIയും ഭംഗ്യന്തരേണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPMൻ്റെ നേതാക്കന്മാർ ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞത് പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങളുടെ പൊന്നോമനയാണ്, അദ്ദേഹത്തിന് വലിയ പെരുത്ത് ഇഷ്ടമാണ്, ഈ ചുമ്മാതി പത്രക്കാരും പിന്നെ പ്രതിപക്ഷമൊന്നും പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല, അദ്ദേഹത്തിനോട് വലിയ ഇഷ്ടമാണെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. ബിനോയ് വിശ്വത്തിന് അക്കാര്യത്തിൽ സംശയമുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടോ എന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഒരു സംശയം. അതുപോലെ പരാജയത്തിൻ്റെ കാരണം വിശകലനം ചെയ്യുമ്പോഴേ
അത് നമ്മൾ രഹസ്യമായിട്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ നമ്മളെല്ലാം കൂടി ഇരുന്ന് ആലോചിച്ചാൽ പോലെ ജനത്തിനോട് ഇതൊക്കെ എന്തിനാ പറയുന്നത് എന്നുള്ളതാണ് ഒരു CPM ലൈൻ. CPI പറയുന്നത് അതൊന്നും പോരാ, എന്താണ് സംഭവിച്ചതെന്ന് ജനത്തിനോട് പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് CPIയുടെ ലൈൻ. ഇതിങ്ങനെ കത്തി കാളി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നടേശൻ മുതലാളി വന്നത്. നടേശൻ മുതലാളിയുടെ വരവ് സത്യത്തിന് ഒരൊന്നൊന്നര വരവായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ തോൽവിക്ക് കാരണം ഒരു ചതിയൻ ചന്തുവാണ്. ആ ചതിയൻ ചന്തുവിന് ബിനോയ് വിശ്വത്തിൻ്റെ മുഖച്ഛായയാണുള്ളത്. ബിനോയ് വിശ്വം പഴയ ഷേക്സ്പീരിയൻ നാടകത്തിലെ ബ്രൂട്ടസിൻ്റെ റോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സംശയമുണ്ടോ? ബിനോയ് വിശ്വം പ്രകോപിതനായി. അദ്ദേഹം പറഞ്ഞു CPIയെ സംബന്ധിച്ചിടത്തോളം നടേശൻ മുതലാളി അസ്പൃശ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു തീണ്ടാപ്പാട് അകലേ നിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 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 ടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയുടെ പ്രശ്നമാണ് ബിനോയ് വിശ്വം പറയുന്നത്. അത്തരത്തിൽ നടേശൻ മുതലാളിയെ മാറ്റി നിർത്തണം എന്ന് പറയുക മാത്രമല്ല, ഒരു പടി കൂടെ കടന്ന് അദ്ദേഹം പറഞ്ഞു ഈ നടേശൻ മുതലാളി കാറെ കയറാൻ വന്നാൽ എൻ്റെ കാറിൽ ഞാൻ നടേശൻ മുതലാളിയെ കയറ്റത്തില്ല. ഇത് ശരിക്കുള്ള ഒരു ഒളിയമ്പ് പിണറായി വിജയന് എതിരായിട്ടുള്ളതാണ്. ഇതൊക്കെ കത്തി നിൽക്കുമ്പോഴാണ് പിണറായി വിജയനോട് പത്രക്കാർ ചോദിക്കുന്നത്, ബിനോയ് വിശ്വം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, നടേശൻ മുതലാളിയെ കാറി കയറ്റിയതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായ പ്രകടനം കേട്ടപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ, പിണറായി വിജയൻ വേറെ ആളാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞു, അത് പിണറായി വിജയനല്ല ബിനോയ് വിശ്വം, ബിനോയ് വിശ്വം വ്യത്യസ്തമായ ഒരു തലത്തിൽ നിൽക്കുന്ന ആളാണ്. ഇതിങ്ങനെ നന്നായിട്ട് മുന്നോട്ട് നീങ്ങിയതും ഇതിൻ്റെ ഒരു കൊഴുപ്പൊക്കെ ഉണ്ടായതും നടേശൻ മുതലാളിയുടെ ഒരു സാന്നിധ്യമാണ്. അപ്പോൾ നടേശൻ മുതലാളിയെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് കേരളം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കാര്യത്തിൽ ബിനോയ് വിശ്വം സഖാവിൻ്റെ ഒരു നിലപാട്, നടേശൻ മുതലാളിയെ കാറേ കയറ്റത്തില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കാശ് വാങ്ങിക്കും. അത് ശരിയാണോ സഖാവേ? നടേശൻ മുതലാളിയെ കാറേ കയറ്റത്തില്ല, അദ്ദേഹം അസ്പൃശ്യനാണെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ഇന്ന് ഫണ്ട് വാങ്ങിക്കുകയും ചെയ്യുകയും എന്ന് പറയുന്നതിനകത്തൊരു ഒരു ഒരു രസക്കുറവ് സാധാരണ ജനത്തിന് തോന്നും. ഇനി നടേശൻ മുതലാളിയുടെ കഥ നമുക്കെടുക്കാം. അദ്ദേഹം കേരളത്തിലെ വലിയ കോൺട്രാക്ടർമാരുടെ ഒരാളാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹം ശതകോടീശ്വരനാണ്. രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സമുദായ പ്രവർത്തനോ രംഗത്തോ വരുന്നതിന് മുമ്പ് തന്നെ നടേശൻ മുതലാളി വളരെ സമ്പന്നനാണ്. അപ്പം നടേശൻ മുതലാളി ഒരു ലിഫ്റ്റ് ചോദിച്ച് ബിനോയ് വിശ്വത്തിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലല്ലേ ബിനോയ് സഖാവിന് കാറെ കയറാൻ പറ്റത്തില്ലെന്ന് പറയാനൊക്കെ പറ്റും. ഈ ജന്മത്തിന് സാധ്യതയില്ല. നടേശൻ മുതലാളി ബെൻസ് കാറ് വേണ്ട എന്ന് വെച്ച്, അല്ലെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ചലിക്കുന്ന കൊട്ടാരങ്ങളിൽ ഒന്ന് വേണ്ടാന്ന് വെച്ച് ബിനോയ് വിശ്വം സഖാവിൻ്റെ ഒരു സാധാ കാറിൽ കയറാൻ ചെല്ലുമോ എന്ന് സംശയമാണ്. പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് ബിനോയ് വിശ്വം സഖാവിനാണ് നമ്മുടെ മുതലാളിയെ വേണ്ടത്. മുതലാളിക്ക് ബിനോയ് വിശ്വം സഖാവ് അനിവാര്യമൊന്നുമല്ല. പണം വേണമെങ്കിൽ, പാർട്ടി പ്രവർത്തനത്തിന് പണം വേണമെങ്കിൽ മുതലാളിയെ സമീപിച്ചേ പറ്റൂ. മുതലാളിയെ സമീപിച്ചിട്ടുണ്ട്. 1 ലക്ഷം ചോദിച്ച സാഹചര്യത്തിൽ 3 ലക്ഷം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ട് നടേശൻ മുതലാളി മോശമാണ് എന്ന് പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കുറച്ചൊന്ന് പരിമിതിപ്പെടുത്തി പറയുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അത്തരത്തിലേക്കാണ് ഈ ഒരു ഒരു സ്പർദ്ധയുടെ പോക്ക് കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഇവിടെ പ്രശ്നം ബിനോയ് വിശ്വം സഖാവും പിണറായി സഖാവും തമ്മിലുള്ള വ്യത്യാസമാണ്. പിണറായി സഖാവ് പറയുന്നത് അദ്ദേഹം ബിനോയ് വിശ്വത്തിനെ പോലെയല്ല എന്നാണ്. ബിനോയ് വിശ്വം പറയുന്നത് അദ്ദേഹം പിണറായി വിജയനെ പോലെയല്ല എന്നുള്ളതാണ്. ഈ പണ്ട് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരേ രൂപസാദൃശ്യമുള്ള 7 പേര് ലോകത്ത് കാണുമെന്ന്. എവിടെയോ വായിച്ചതാണ്, അതിനൊന്നും ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല. പക്ഷേ ലോകത്ത് പിണറായി സഖാവിനെ പോലൊരാൾ പിണറായി സഖാവ് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ബിനോയ് സഖാവിനെ പോലൊരാൾ ബിനോയ് സഖാവ് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവർ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് ഇവർ തന്നെയാണല്ലോ പറയുന്നത്. ഈ വ്യത്യാസം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം നമ്മൾ എടുത്താൽ, ബിനോയ് സഖാവിൻ്റെ അച്ഛന് CK വിശ്വനാഥൻ MA LLB-കാരനാണ്. ഒരു ഉയർന്ന ഇടത്തരം കുടുംബമാണ്. പിണറായി വിജയനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ചെത്തുതൊഴിലാളി. അത് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ചെത്തുതൊഴിലാളിയാണ്. അഭിമാനത്തോടാണ് പിണറായി വിജയൻ പറയുന്നത്, അല്ല അപമാനത്തോടൊന്നുമല്ല പറയുന്നത്. അദ്ദേഹത്തിന് അമ്മ ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പോൾ സാധാരണ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് പിണറായി വിജയൻ. ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലെ വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയും.
എന്ന് പറഞ്ഞാൽ ഈ ദേശീയ ജനാധിപത്യം ബൂർഷ്വാസിയെ കൂട്ടുപിടിക്കണമെന്ന് പറഞ്ഞ ദേശീയ ജനാധിപത്യത്തിൻ്റെ വക്താവും ദേശീയ ബൂർഷ്വാസി വേണ്ട, തൊഴിലാളിയുമായിട്ട് വിപ്ലവം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ വക്താവും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കുടുംബ പശ്ചാത്തലം പറഞ്ഞത്. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ തമ്മിലുള്ള സാദൃശ്യവും വ്യത്യാസവും, സാദൃശ്യം പറഞ്ഞെങ്കിലേ വ്യത്യാസം പറയാൻ പറ്റുള്ളൂ. ഇവർ തമ്മിലുള്ള സാദൃശ്യം, രണ്ടുപേരും മന്ത്രിമാരായിരുന്നു. ബിനോയ് സഖാവ് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്നു. അന്ന് വനം വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. EK നായനാർ മന്ത്രിസഭയിലെ വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയനെ നമ്മൾ വിമർശിക്കുന്നതിനകത്തൊരു തെറ്റുമില്ല. അദ്ദേഹം വിമർശനത്തിന് അതീതനൊന്നുമല്ല. തീർച്ചയായിട്ടും ജനങ്ങളെ വിമർശിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി വിമർശനത്തിന് അതിനായ ഒരാളൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കേരളം കണ്ട മികച്ച വിദ്യുശക്തി മന്ത്രിമാരിൽ ഒരാളായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയൻ വിദ്യുശക്തി മന്ത്രിയായി എപ്പോഴാണ് കേരളം നേരിട്ടുകൊണ്ടുള്ള വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടത്? പവർ കട്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ പവർ കട്ടിന് വലിയൊരു പരിഹാരം കണ്ടത് പിണറായി വിജയൻ വിദ്യുശക്തി മന്ത്രിയായിരുന്ന സമയത്താണ്. ആ സമയത്ത് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, SNC ലാവലിന് അടക്കമുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അത് കേസ് അന്വേഷിക്കുന്നു, അത് കേസ് അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ വിദ്യുശക്തി മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മികച്ച വിദ്യുശക്തി മന്ത്രിമാരിൽ ഒരാളായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും മികച്ച വിദ്യുശക്തി മന്ത്രി പിണറായി വിജയനായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം. ഇനിയും നമ്മുടെ ബിനോയ് സഖാവ്, അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയായിരുന്നു. വനം വകുപ്പ് മന്ത്രിക്ക് ഒരു മാർക്കിടാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ശരാശരിക്ക് താഴെ മാർക്ക് മാത്രമേ അർഹിക്കുന്നുള്ളൂ. ഒരു വനം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കാര്യമായി എന്തെങ്കിലും ഒരു സംഭാവന ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ എന്നെനിക്ക് സംശയമുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് അന്ന് അദ്ദേഹം VS മന്ത്രിസഭയിലെ അംഗമായിരുന്നു. VS അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് പോഷൻ എന്നാണ്. അത് ബിനോയ് സഖാവ് സസന്തോഷം സ്വീകരിക്കുകയും അങ്ങനെയൊക്കെ VSനെ വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. പക്ഷേ VS വിളിച്ചു എന്ന് മാത്രമേ ഇവിടെ ഞാൻ സ്മരിച്ചിട്ടുള്ളൂ. അദ്ദേഹം പോഷനാണോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. VS അച്യുതാനന്ദൻ അങ്ങനെ അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവർ തമ്മിലെ ചില നിലപാടുകളിലെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. ഈ സാമൂഹ്യനീതി ഇന്ന് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ സാമൂഹ്യ നീതി നടപ്പിലാക്കുമ്പോഴേ അത് ജാതി നോക്കി നടപ്പിലാക്കണം എന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഉറച്ച നിലപാട്. എങ്കിലേ ഒരു ദേശീയ ജനാധിപത്യ വിപ്ലവം ഇവിടെ നടപ്പിലാകുള്ളൂ. അതുകൊണ്ട് ജാതി തിരിച്ച് തന്നെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ എന്ന ഉറച്ച നിലപാടാണ് ബിനോയ് വിശ്വത്തിനുള്ളത്. എന്നാൽ പിണറായി വിജയന് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ്. ജാതി വ്യത്യാസവും ജാതി വ്യവസ്ഥയും ഇന്ത്യൻ സമൂഹത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിലെ ജനങ്ങൾക്കും അവർക്ക് ജാതി വ്യത്യാസം നോക്കാതെ സർക്കാരിൻ്റെ ആനുകൂല്യത്തിന് അവർ അർഹരാണ് എന്നാണ് പിണറായി വിജയൻ്റെ അഭിപ്രായം. ഇവിടെ ഇതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയം, അതൊരു ദാർശനികമായ, ഒരു താത്വികമായ ഒരു വിഷയമാണ്. രണ്ടുപേരുടെയും നിലപാടിൽ കാണേണ്ട ഒരു വ്യത്യാസം, CPI സ്വീകരിച്ച നിലപാടുമായിട്ട് യോജിച്ച് നിൽക്കുന്ന കേരളത്തിലൊരു പാർട്ടിയുള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗും അതുപോലെ തന്നെ CPIയും ഒന്നിച്ചു നിന്ന് സാമ്പത്തിക സംവരണത്തിൻ്റെ ബില്ല് നമ്മുടെ ലോക്സഭയിൽ കൊണ്ടുവന്നപ്പോഴേ രണ്ടു കൂട്ടരും ഒന്നിച്ചു നിന്നാണ് എതിർത്തത്. എന്ന് പറഞ്ഞാൽ ഒരേ തൂവൽ പക്ഷികളാണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ CPIയും. മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയായിട്ട് വിശേഷിപ്പിക്കുകയും മുസ്ലിം വർഗീയത മലപ്പുറത്ത് കുടികുത്തി വാഴുകയാണ് എന്ന് നടേശൻ മുതലാളി പറയുകയും ചെയ്തപ്പോൾ, ശരിക്കും പറഞ്ഞാൽ പാർലമെൻറ്റിൽ ഈ കാലഘട്ടത്തിൽ ഈ സംവരണ നിയമമൊക്കെ വന്ന കാലഘട്ടത്തിൽ CPIയോടൊപ്പം നിന്ന ലീഗിനെ ഒറ്റ തിരിച്ച് നടേശൻ മുതലാളി ആക്രമിക്കുന്നതിനകത്ത് ഇനിയും ബിനോയ് വിശ്വ സഖാവിന് എന്തെങ്കിലും വേദന തോന്നിയോ എന്ന് ഒരു ചെറിയ സംശയമുണ്ട്. കാരണം രണ്ടുപേരുടെയും CPIയുടെയും മുസ്ലിം ലീഗിൻ്റെയും സാമൂഹ്യ നീതിയുടെ വിഷയത്തിലുള്ള നിലപാട് ഒന്നായതുകൊണ്ട് ആണ് ആ സംശയം വന്നത്. എന്തായാലും ശരി, ഒരു കാര്യം ശരിയാണ്, ബിനോയ് വിശ്വം പിണറായി വിജയനല്ല ബിനോയ് വിശ്വം. പിണറായി ജാതി നോക്കരുതെന്ന് പറയുമ്പോൾ ബിനോയ് വിശ്വം ജാതി നോക്കണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ വലിയ വ്യത്യാസം തന്നെയാണ്, നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി ബിനോയ് വിശ്വം സഖാവ് എങ്ങനെ പാർട്ടി സെക്രട്ടറി ആയി എന്നൊന്ന് പരിശോധിക്കണം. ബിനോയ് വിശ്വം സഖാവ് പാർട്ടി സെക്രട്ടറി ആകുന്നത് വളരെ ആകസ്മികമായി കാനം രാജേന്ദ്രൻ മരിക്കുന്നു. കാനം രാജേന്ദ്രൻ മരിച്ചപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് നടത്താതെ കാനത്തിൻ്റെ വിൽപ്പത്രത്തിലെ താല്പര്യപ്രകാരമാണ് ബിനോയ് വിശ്വം സഖാവ്
പാർട്ടി സെക്രട്ടറി ആയതെന്നാണ് അന്ന് പരക്കെ കേട്ടിരുന്നത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് അക്കാര്യത്തിൽ ഉണ്ടായില്ല. ആരുടെയും അഭിപ്രായം ചോദിച്ചില്ല. നമ്മുടെ ഡി രാജ അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ വന്ന് മറ്റേ എങ്ങും പോകേണ്ട കാര്യമില്ല. കേരളത്തിൽ വന്നെങ്കിലേ വല്ലതും 3 നേരം നല്ല സുഭിക്ഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് വിശ്രമിക്കാനും ഒക്കെ കേരളത്തിൽ വന്നിട്ടുണ്ട്. വേറെ അവിടെ അജയ് ഭവനിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞു കാനം രാജേന്ദ്രൻ അന്തരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു ഈ ബിനോയ് വിശ്വം സഖാവിനെ സെക്രട്ടറി ആക്കണം എന്നുള്ള, പാർട്ടി സെക്രട്ടറി ആക്കണം എന്നുള്ളത്. അപ്പോൾ കാനത്തിൻ്റെ അന്ത്യാഭിലാഷം എന്ന നിലയിലാണ് ബിനോയ് വിശ്വം CPIയുടെ സെക്രട്ടറി ആയത്. പക്ഷേ ചടയൻ ഗോവിന്ദൻ അന്തരിച്ചപ്പോൾ പിണറായി വിജയൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയത് വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്കനുസരിച്ചാണ്. അല്ലാതെ ചടയൻ ഗോവിന്ദൻ്റെ അന്ത്യാഭിലാഷം അനുസരിച്ച് സെക്രട്ടറി ആയ ഒരാളല്ല പിണറായി വിജയൻ. ഇതും ഇവർ തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസമാണ്. പിന്നീട് രാഷ്ട്രീയമായി നോക്കിയാൽ ബിനോയ് വിശ്വം എപ്പോഴും കോൺഗ്രസിനോട് വളരെ മൃദുവായ സമീപനം സ്വീകരിക്കുന്നയാളാണ്. അത് മല്ലികാർജ്ജുന ഖാർഗെയോടായാലും ശരി, സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഒക്കെ ആയാലും ശരി, വളരെ സോഫ്റ്റാണ് അദ്ദേഹത്തിൻ്റെ സമീപനം. പക്ഷേ കോൺഗ്രസിനെ നഖശിഖാന്തം എതിർക്കുന്ന കടുത്ത രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് പിണറായി വിജയൻ. ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പിണറായി വിജയൻ അല്ല ബിനോയ് വിശ്വം, ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. ഇതിലാര് നല്ലത് ആര് ചീത്ത എന്നുള്ളത് വളരെ സബ്ജക്റ്റീവായൊരു വിഷയമാണ്. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തോന്നിയ ചില സാദൃശ്യങ്ങളും വ്യത്യാസങ്ങളും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ബാക്കി പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞതിൽ എത്രമാത്രം ശരിയുണ്ട്, എത്രമാത്രം നിങ്ങൾക്ക് വിയോജിക്കാൻ കഴിയും, എത്രമാത്രം യോജിക്കാൻ കഴിയും എന്നുള്ളത് ഓരോ പ്രേക്ഷകനെയും അവരുടെ ചിന്താഗതിയും വീക്ഷണവും അനുസരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും, ജനത്തിന് LDFിനോട് ഭയങ്കര സ്നേഹമാണ്. ഈ സ്നേഹം കൂടി ജനം എന്ത് ചെയ്തു, ഈ LDF നേതാക്കന്മാർ ഇങ്ങനെ വെയിൽ കൊണ്ട് അലഞ്ഞ് വേർപ്പൊലിച്ച് ഇങ്ങനെ നടക്കാതെ കുറച്ചു കാലം അവർ നല്ല പ്രപഞ്ചനം കുഴമ്പുമൊക്കെ പുരട്ടി ചെറിയ ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് രാസ്നാദിയൊക്കെ തലയിൽ തേച്ച് ശരീരമൊക്കെ നന്നായിട്ടൊന്ന് നോക്കി പുഷ്ടിപ്പെടുത്തി കുറച്ചു കാലം വീട്ടിൽ വിശ്രമിക്കണം. കാരണം അവരുടെ ആയുസ്സോടെ വേണം ജനത്തിന്. അതുകൊണ്ട് ജനങ്ങളുടെ അമിതമായ സ്നേഹം കൊണ്ട് ഇത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരൊക്കെ വിശ്രമിക്കട്ടെ എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട്, നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് ജനങ്ങൾ ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്നേഹം ഇതുപോലെ തന്നെ നിലനിർന്നാൽ ഒരു പക്ഷേ 2026 ജനം ഇതുപോലെ സ്നേഹിക്കുകയോ ഇതിൽ കൂടുതൽ സ്നേഹിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2016 വരുമ്പോൾ LDF ഒരു പ്രോമിസ് നമുക്ക് തന്നിരുന്നു, LDF വരും, എല്ലാം ശരിയാകും. എല്ലാം ശരിയായി. ഇനിയും ബാക്കി ശരിയാകാനൊന്നുമില്ല. ഇനി അഥവാ ബാക്കി ശരിയാകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 2026 കോൺഗ്രസ്സുകാർ വന്ന് ശരിയാക്കിക്കോളും എന്ന് ജനങ്ങൾ വിചാരിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് 2026 തെരഞ്ഞെടുപ്പിലേക്ക് നോക്കിയിരിക്കാം. പിണറായി വിജയനും അതുപോലെ തന്നെ ബിനോയ് വിശ്വവും തമ്മിലുള്ള വ്യത്യാസവും സാദൃശ്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ. 26 തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.